പ്രമീള, സരിത, പാഞ്ചാലി, പാരിജാതം, കുമാരി. ഒരാൾ മിസ്സാണല്ലോ. എന്തു പറ്റി? നല്ല ഉത്തരവാദിത്വം. അത് പോട്ടെ. ആരാണ് ആദ്യം മർദ്ദിച്ചത്? എന്താ സംഭവിച്ചതെന്ന് എനിക്ക് A to Z അറിയണം. ഇതൊക്കെ എനിക്ക് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. സാറേ, എൻ്റെ പേര് പ്രമീള. രാവിലെ പഞ്ചായത്തിൽ പോകാൻ റെഡി ആകുമ്പോഴാണ് സാധനം കാണുന്നില്ല എന്ന് മനസ്സിലായത്. അവിടെ നോക്കി ഇവിടെ നോക്കി പരിയം പുറത്തു നോക്കി, സാധനം പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മേപ്പെട്ട് നോക്കി. സരിതയുടെ പോയപ്പോൾ അടുത്ത കുമാരി ചേച്ചിയുടെ പോയി. പിന്നെ പാരി, പാഞ്ചാലി, ഗിരിജ, ലത, രുക്കു, അങ്ങനെ കുറേ പേരുടെ പോയി. തിരുമ്പണു, വിരിക്കണു, രാത്രിയാകുമ്പോൾ ആരോ എടുക്കണു, പോണു. എന്നിട്ട് ഇതിപ്പോൾ 2-3 കാണാതെ വന്ന് തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എൻ്റെ മാത്രമായിരിക്കുമോ പോയിട്ടുണ്ടാവുക? അതോ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന സംശയം എന്നെ നല്ലോണം അലട്ടി. അങ്ങനെ ഞാൻ എല്ലാവരും കയറി തപ്പാൻ തുടങ്ങി സാറേ. തപ്പാൻ. ഏത് പാവി മകനാണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവുക? കഴിഞ്ഞ ആഴ്ച കെട്ടിയവൻ കൊണ്ടുവന്ന് അതിനെയും കൊണ്ടുപോയി. ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റുമോ? കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കാണണ്ടേ? പിന്നെ എന്നും ഇതിൻ്റെ അടുത്ത് കാവിൽ നിൽക്കാൻ പറ്റുമോ? കറ്റക്കാലത്തിൽ കാക്ക വരാടിക്കാൻ നിൽക്കണ പോലെ. ഇതിപ്പോ നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് വെളിയിൽ പോകാൻ പറ്റാണ്ടായില്ലേന്ന്. ഇപ്പൊ പുതിയത് കിട്ടാണ്ടാ തോന്നണം. ആ തള്ളേൻ്റെ എടുത്തിട്ട് പോയി. തള്ളേൻ്റെ കൊണ്ടുപോയാ? അല്ല, നിങ്ങളുടെ കെട്ടിയന്മാരൊക്കെ അറിഞ്ഞ ഈ സംഭവം? സരിതേ, വരുമ്പോഴേ എണ്ണ എടുത്തിട്ട് പോയിട്ടാ. കെട്ടിയന്മാര് പറഞ്ഞാ പറയും പുതിയത് വാങ്ങിച്ചൂടെന്ന് പറയും. അതിനിപ്പോ എന്താണ്ട് ഇങ്ങനെയൊക്കെ പുക തന്നെ. എങ്ങനെയാ ചേച്ചി നിങ്ങളെന്ത് വർത്താനാന്ന് പറയണത്? പെലച്ചയ്ക്ക് പോയി തോന്നുന്ന നേരത്ത് കയറി വരുന്ന ആണുങ്ങൾക്ക് അറിയുമെന്ന് വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ. ചോദിക്കുമ്പോൾ എന്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി തരില്ലെന്നും കുടുംബം നോക്കില്ലെന്നും ഒക്കെ പറയും. സാധനങ്ങൾ വാങ്ങി തന്നുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം തീരുമെന്ന് ഒരു നമ്മുടെ കാര്യങ്ങൾ കൂടി കേൾക്കണ്ടേ? പിന്നെ കേൾക്കണ്ടേ? അതിന് എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. സമരം. സമരോ? എന്ത് സമരം? ഞാൻ ശ്രീനേട്ടോ, നിങ്ങളിനി അവനെ പിടിക്കാണ്ട് എൻ്റെ ശരീരത്തെ തൊടണം. ഞങ്ങൾ 5 പെണ്ണുങ്ങളെടുത്ത തീരുമാനമാണ്. അനുവാദമില്ലാതെ സ്ത്രീയുടെ ദേഹത്ത് തൊടുന്നത് ശരീരത്തിന് ഹാനികരം. അല്ല സാറേ, നമ്മൾ ആണുങ്ങൾ ഇടേണ്ട കാര്യമാണിത്. പാവാട പോയതും പ്രൈസ് നാട്ടുകാരായിട്ട് എന്താ വിചാരിക്കുക? എടാ, നാളെ നിന്റെ ചട്ടി പോയാലേ നീ എന്ത് ചെയ്യും? കയറ് കെട്ടി വെച്ച് നടക്കൂടാ ആടാണ്ടിരിക്കാൻ. അയ്യോ സാറേ,
ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ കെട്ടിയവന്മാർക്കൂടെ ഒരു ദിവസം മെനക്കെട്ട് ഇറങ്ങി സാറേ. മണി 9 10 11 എവിടെ 12 മണി വരെയായി. നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ സംശയം ഉണ്ടായിരുന്നു? ആ രാജേഷിനെ തൊട്ട് മഹേഷ്, മുരുകൻ, ദാസൻ, നാണു, രാജൻ, കൃഷ്ണൻ, രാധ, തെയ്യുണ്ണിയേട്ടൻ. എന്തിനു പറയും സാറേ, ഞങ്ങളുടെ വ്യാഴാഴ്ചക്കാരനെയൊക്കെ സംശയിച്ചു. എന്നിട്ട് ഇവർക്ക് എന്തിനാ ഇത്ര നാണക്കെടുന്ന് അറിയില്ല സാറേ. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ഇടുന്നതല്ലേ, സാറിന്റെ അമ്മയും ഭാര്യ ഇടുന്നതല്ലേ. ഇതുകളുടെയൊക്കെ ഉടുതുണി വരെ തിരുമണത് ഞങ്ങളാ സാറേ. അപ്പൊ ഞങ്ങൾക്ക് ഈ നാണക്കേട് ഇതൊന്നും ബാധകല്ലേ? ഞങ്ങൾ ഈ പുറത്ത് പോകുമ്പോ ചില നാട്ടുകാർ തന്നെയുള്ള നോട്ടമുണ്ട് സാറേ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? സമയത്തിന് വരാനും അറിയില്ല, എന്നിട്ട് ഇരുന്ന് കിണിക്കുകയാണ്. മിസ് കുമാരി, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് കേട്ടാ? അത് ആ രേഷ്മിയുടെ സാറേ തൃശ്ശൂരിൽ നിന്ന് താമസം മാറി വന്നിരിക്കുക. ഒരു പത്രാസുകാരി. എന്താ അവിടെ ഒരു പവർ? അതെന്തടി മഴവില്ല? അവൾ എന്തടി പറഞ്ഞത്? ബ്രേസറിന് കപ്പ് ബ്രാന്നാ. ബ്രേസറിന് എന്തിനായിട്ട് കപ്പ്? അതിനൊക്കെ ഊരുപ്പെട്ട് വിലയുണ്ട് എന്ന് ഞാനേ എത്ര എൻ്റെ ബാവട്ടിൻ്റെ അടുത്ത് പറയണെന്നറിയോ? അതൊക്കെ ഇട്ട നല്ല ഷേപ്പാണെന്ന്. മൂടിയിട്ടിരിക്കണ്ട നിങ്ങള്. ഇവിടെ എന്താ നടക്കണെന്ന് വല്ല പോലെ ഉണ്ടാ? എല്ലാ വർഷവും ഒപ്പനയ്ക്കും തിരുവാതിര കളിക്കും കപ്പടിക്കാൻ നമ്മള് ഇത്തവണ ആ ഊറപ്പാടക്കാർ കപ്പും കൊണ്ട് പോണത് വായും പൊളിച്ച് നോക്കിയിരുന്നോളൂ നിങ്ങള്. അല്ലെങ്കിലേ നമ്മുടെ കെട്ടിയവന്മാരെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ കാണിച്ചാ ആ ഞരമ്പനെ പിടിക്കണ്ട നമുക്ക്. നമ്മളെ പെണ്ണുങ്ങളാണ്ടി. നിനക്കെന്താണ്ടി പുത്തിയും ബോധം ഉണ്ടാ? നമ്മളെ കൊണ്ടൊക്കെ ആകോടി. എനിക്കാണീ ഒടുക്കത്തെ കാലുവേദന. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടാ. പേടിത്തോറികള്. നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞങ്ങള് പെണ്ണുങ്ങള് കാട്ടി പണിക്ക് പോകും. നേരം കെട്ട നേരത്താണ് വിറക് വെട്ടാൻ പോയത്. അതോ 1.5 കാടും കിരിയും പാമ്പും നായും നരിയും ഉള്ള ചണ്ടി ഭണ്ഡാരങ്ങളുടെ ഇടയിൽ കൂടിയാണ് പോയി വന്നുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ പേടിച്ചിരുന്നതാണെങ്കിൽ ഇവിടെ ഇന്ന് ഈ വീട്ടിൽ അടുപ്പ് പോകിയോ? പോകിയില്ല. ആ കൈവേദന, കാലുവേദന, കായിലാകാൻ വയ്യാത്ത പെണ്ണുങ്ങള് എണിച്ച് പൂയിലാടി ഇവിടുന്ന്. പോയിട്ട് അയ മുണ്ടർമാനെ പിടിച്ചിട്ട് വരി. അടുത്ത ആഴ്ചയാണ് കുടുംബശ്രീ വാർഷികം. കപ്പൊക്കെ നമുക്ക് പിന്നെ അടിക്കാം. ഇപ്പൊ അവനെ പിടിക്കാം. ഇത് കയ്യിൽ വെച്ചോ, കണി വെക്കാനും മറ്റും ആവശ്യം വരും.
നിന്നോളി. ഈ വാരി ചേച്ചി ഇങ്ങോട്ട് കേറി വരുന്നു. കെട്ടിയമാര് തൂമക്കണ്ണന്മാര് നട്ടലിന് നമുക്ക് ഗതി വരുവടി. ഒച്ച വെക്കാതെ അവനെവിടെയെന്നല്ല അറിയില്ല. അല്ലെങ്കിൽ എന്റെ കാല് മുഴുവനും ചേറ്റുപൊണ്ണാണോ. ഇവിടെ ആണെങ്കിലും മൊത്തം ചളിയാണ്ടി. ഈ അലമ്പ് കളിക്കാണ്ട് മര്യാദക്ക് തരിയെന്ന് നിങ്ങള്. ചേച്ചി അവിടെ എന്തോ അങ്ങനെയൊന്ന്. ഞാൻ 1, 2, 3 എന്നല്ല 4 പേര് 4 സൈഡിലേക്ക് ഓടിക്കാം. വളരെ നമുക്ക് നാളെയും പിടിക്കാം. വേഗം ഒന്നടി. 1, 2, 3. ഈ നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ ഒരു മോഷണം നടക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവന്മാരെ പോലെ കുറേ എണ്ണങ്ങളുണ്ട്. നിങ്ങൾ പെണ്ണുങ്ങൾ ഇതുപോലെ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം. എന്ന് വെച്ച് നിയമം കയ്യിലെടുക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.